കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്മസ് ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ളതല്ല. ക്രിസ്മസ് ഒരു സീസൺ ആണ്. ഈ ആഴ്ചയും ഏതാനും ദിവസങ്ങൾ ആ ക്രിസ്മസ് സീസണിൽ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്ന ആ വലിയ രഹസ്യം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിലൂടെ വലിയ കൃപ നേടുവാനുമുള്ള സമയമാണ് ഈ ക്രിസ്മസ് സീസൺ. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ നടുവിൽ നമ്മളെല്ലാവരും, ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിക്കുകയും ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ നടുവിലാണ് വിശുദ്ധ സ്റ്റീഫൻ്റെ, ആദ്യ രക്തസാക്ഷിയായ സ്റ്റീഫൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭാമാതാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, കുരിശുകൾ ഉണ്ടാകും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ആ നിമിഷങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ അവനെ സഹായിക്കേണ്ടത് വിശ്വാസമാണ്, സ്നേഹമാണ്. വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളെ, സഹനങ്ങളെ സ്വീകരിക്കണമെന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭാമാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങളും വേദനകളും കുരിശുകളും ഒന്നും ഒരു ശാപമല്ല. അത് രക്ഷാകരമാണ്, അത് റിഡംറ്റീവാണ്. ഇറ്റ്സ് നോട്ട് എ കേഴ്സ്, ഇറ്റ് ഈസ് റിഡംറ്റീവ്. അതേക്കുറിച്ചാണല്ലോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശുദ്ധ സ്റ്റീഫൻ്റെ ജീവിതത്തിൽ നിറവേറുകയും ചെയ്തു. അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നമ്മൾ കേട്ടു, സ്റ്റീഫൻ ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിലും ദൈവകൃപയിലും ശക്തിയുള്ളവനായിരുന്നു. സെയിൻറ്റ് സ്റ്റീഫൻ ഒരു അപ്പസ്തോലനായിരുന്നില്ല, 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല, ഒരു ശുശ്രൂഷകൻ മാത്രമായിരുന്നു, ഒരു വോളണ്ടിയർ മാത്രമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം എവിടെയും പ്രഘോഷിക്കുവാൻ സ്റ്റീഫന് സാധിച്ചു. ഒന്നും മൂടി വയ്ക്കാതെ, സത്യം മറച്ചു വയ്ക്കാതെ, മറ്റുള്ളവരുടെ അംഗീകാരമോ പ്രശംസയോ ഒന്നും നേടാതെ ദൈവത്തിൻ്റെ സ്വരം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ സ്റ്റീഫന് സാധിച്ചു. കാരണം അവനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദത്തിനും അവൻ്റെ വാക്കുകൾക്കും നല്ല മൂർച്ചയുണ്ടായിരുന്നു. അത് പലരെയും പ്രകോപിപ്പിച്ചു. അതുകൊണ്ടാണ് കല്ലെറിഞ്ഞ് കൊല ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ സത്യം തുറന്നു പറയുവാൻ, സത്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. കാപട്യങ്ങളെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. വീണ്ടും സ്റ്റീഫൻ എങ്ങോട്ടാണ് നോക്കിയത്? തൻ്റെ ചുറ്റും ശത്രുക്കൾ വന്നപ്പോൾ, തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ആളുകൾ നിന്നപ്പോൾ അവരിലേക്കല്ല സ്റ്റീഫൻ നോക്കിയത്. പിന്നെയോ
സ്വർഗത്തിലേക്ക് മുകളിലേക്ക് നോക്കി പിതാവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട്, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് എല്ലാം സഹിക്കുവാൻ സാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത്? നമ്മുടെ കണ്ണുകൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ചുറ്റുപാടുകളിലേക്കാണോ, മറ്റുള്ളവരിലേക്കാണോ, അതോ സ്വർഗത്തിലേക്ക് ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ഈശോയിലേക്കാണോ നമ്മുടെ കണ്ണുകൾ? എങ്കിൽ നമുക്ക് ഏത് സഹനങ്ങളെയും സ്വീകരിക്കുവാനും വിശ്വാസത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കും. നമ്മളുടെ നോട്ടം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്റ്റീഫൻ നമുക്ക് വലിയൊരു മാതൃകയാണ്. സഹനങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ മറ്റുള്ളവരിലേക്ക് നോക്കാതെ, ചുറ്റുപാടുകളിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക്, ഉന്നതങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്റ്റീഫൻ്റെ പ്രാർത്ഥന തന്നെ വലിയ ശക്തിയായിരുന്നു. ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ സ്റ്റീഫന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട്, അവരെ കണ്ടുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന്. ഒരു ക്രിസ്ത്യാനിയുടെ ശക്തി പ്രതികാരത്തിലല്ല, ക്ഷമയിലാണ്, സ്നേഹത്തിലാണ് എന്ന് സ്റ്റീഫൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ബലി അർപ്പിക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും ഉൾക്കൊള്ളുവാൻ ധാരാളം പാഠങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹനങ്ങളെ ഒരു രക്ഷാകര നിമിഷങ്ങളാക്കി എടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് സഹനങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രതികാരമല്ല, ക്ഷമയാണ്, സ്നേഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ശക്തി നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.